ഈ ഓണത്തിന് ബൊട്ടീക്കിൽ പതിനായിരങ്ങൾ കൊടുത്ത് ഡിസൈൻ വെയർ വാങ്ങുന്നതിന് പകരം മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ സ്വന്തം ഡ്രസ്സിൽ പക്ക പ്രൊഫഷണൽ എംബ്രോയിഡറി ലുക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സാധാരണ ഒരു പ്ലെയിൻ സാരിയോ കുർത്തിയോ ഷർട്ടോ എന്തുമാവട്ടെ, ഒരു മെഷീൻ എംബ്രോയിഡറി അതിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലുക്ക് വേറെ തന്നെയാണ്. ഓണക്കാലത്ത് എല്ലാവരും ട്രെൻഡി ഔട്ട്ഫിറ്റുകൾ തിരയുമ്പോൾ പലപ്പോഴും വിപണിയിൽ കിട്ടുന്നത് ഒരേ തരം പാറ്റേണുകളാണ്. തയ്യൽക്കടയിൽ കൊടുത്താൽ ഓണത്തിന് മുമ്പ് സ്റ്റിച്ച് ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് വേറെയും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഒരു തയ്യൽ മെഷീനോ എംബ്രോയിഡറി മെഷീനോ ഒക്കെ ഉണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായ നല്ല ഒരു റോയൽ ലുക്ക് കിട്ടുന്ന ഓണം ഡ്രസ്സോ സാധാരണ ഡ്രസ്സൊക്കെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അത് എങ്ങനെയാണെന്നും പെർഫെക്റ്റ് ഫിനിഷിംഗ് ലഭിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സെറ്റ് സാരിയാണ്. ആ സാരിയിൽ നിന്നാണ് ഞാൻ ഈ ടോപ്പ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്തത് സ്ലിറ്റ് ഇല്ലാത്തൊരു ടോപ്പാണ്. ഇത് സ്ലിറ്റ് ടോപ്പിലും നമുക്ക് ചെയ്തെടുക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഡിസൈൻ വേണമെങ്കിലും കട്ട് ചെയ്യാം. അങ്ങനെ ഞാനൊരു പാറ്റേൺ ഇങ്ങനെ കൈകൊണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കാർബൺ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഡ്രസ്സിലേക്ക് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പലരും മെഷീൻ എംബ്രോയിഡറി സ്വയം ട്രൈ ചെയ്യുമ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഡിസൈൻ വൃത്തിയാകാതെ വരുന്നതോ തുണി വലിഞ്ഞ് ചുളിയുന്നതോ സ്റ്റിച്ച് ക്ലിയർ ആവാത്തതോ അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ ബൊട്ടീക്കിൽ കിട്ടുന്ന പ്രൊഫഷണൽ ഡിസൈൻ കിട്ടിയില്ല എന്ന് കരുതി പലരും ഇത് ഇട്ടേച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമുക്കൊരു വീട് പണിയുമായി ഉപമിപ്പിച്ചാലോ? ബേസ്മെൻറ്റ് ശക്തമല്ലെങ്കിൽ എത്ര വീട് പണിത്തിട്ടും കാര്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് എംബ്രോയിഡറി. ഫാബ്രിക്കിൻ്റെ സെലക്ഷന്, പിന്നെ ത്രെഡിൻ്റെ ടെൻഷന്, ഇങ്ങനെ പല അടിസ്ഥാന കാര്യങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ എത്ര നല്ല ഡിസൈൻ നമ്മൾ ചെയ്താലും ഫിനിഷിങ് ലഭിക്കില്ല. ഈ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ആർക്കും കൊണ്ടുവരാം. ഓണം ഔട്ട്ഫിറ്റുകൾക്ക് അനുയോജ്യമായ കേരള കസവ്, കോട്ടൺ അല്ലെങ്കിൽ ടിഷ്യൂ ഫാബ്രിക് ഇങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. നേർത്ത കസവ് തുണി എംബ്രോയിഡറി ചെയ്യുമ്പോൾ തുണി കീറിപ്പോകാനോ വലിഞ്ഞ് ചുളിയാനോ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ പിന്നി പോകണതോ അതുപോലെ കട്ടി കുറഞ്ഞ തുണിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ സൈഡിൽ റിങ് ഇടുമ്പോൾ ടൈറ്റ് ചെയ്യാനായിട്ട് വേസ്റ്റ് തുണി വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്കതിന് ഒരു പരിഹാരം കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊന്ന് ത്രെഡ് സെലക്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ കസവ് വർക്ക് കോമ്പിനേഷനും നോക്കണം. ഓണം ഡിസൈനുകളിൽ ട്രഡീഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ മെറ്റാലിക് ത്രെഡുകളും അല്ലെങ്കിൽ ബ്രൈറ്റ് കളറ് ത്രെഡുകളും നമുക്ക് തിരഞ്ഞെടുക്കാം. റോസ്, ഗ്രീന്, മസ്റ്റാർഡ് യെല്ലോ അങ്ങനെ പലതും നമുക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരറ്റം മുതൽ ഒരറ്റം വരെ നമ്മൾ ഈ ചെറിയ ഫ്ലവറുള്ള കുഞ്ഞ് ലീഫുകളും അടങ്ങിയിട്ടുള്ള ഈ ഡിസൈനാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം. കസവ് തുണിയുടെ തിളക്കത്തിന് ചേരുന്ന നിറത്തിലുള്ള നൂലുകൾ തിരഞ്ഞെടുത്താൽ മാത്രമേ ഡിസൈൻ ഹൈലൈറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. കസവ് ബോർഡറിനോട് ചേർന്നിട്ട് കസവ് നൂല് മാത്രം ഉപയോഗിക്കാതെ കസവ് വർക്കിനൊപ്പം കടും പച്ചയോ മയിൽപ്പീലി നീലയോ ഇങ്ങനെയുള്ള കളറൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടും. മെഷീൻ്റെ സ്പീഡ് നമുക്കൊരു മീഡിയം ലെവലിൽ നിലനിർത്താൻ നോക്കണം. അമിത സ്പീഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൂലുകൾ പൊട്ടിപ്പോകാനും സ്റ്റിച്ച് വിട്ടുപോകാനും സാധ്യത കൂടുതലാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പഴയ കസവ് തുണിയോ സാരിയോ എന്തെങ്കിലും ഒരു കഷ്ണങ്ങൾ എടുത്ത് ചെറിയൊരു എംബ്രോയിഡറി സാമ്പിൾ ചെയ്ത് നോക്കുക. തുടക്കത്തിൽ ചെറിയ ഡിസൈനുകൾ മാത്രം ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ മെഷീൻ്റെ ടെൻഷൻ മനസ്സിലാക്കാനും സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പിന്തുടർന്നാൽ ബൊട്ടീക്കിൽ ഫിനിഷിങ്ങുള്ള ഒരു മനോഹര ഓണം ഡ്രസ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ബോബിനിൽ നമ്മൾ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോബിനിൽ നൂല് ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ ഒരു കാര്യമുണ്ട്. ആ വലിയ നൂലായതുകൊണ്ട് എന്താണ് ചുറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ നൂല് നമ്മൾ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പം വലതുവശം നമ്മളെ നിലത്ത് കാലിനോട് ചേർന്ന് വെച്ചിട്ട് നമ്മൾ ചുറ്റിയെടുത്താൽ മതി. എംബ്രോയിഡറി തുടങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ റണ്ണിങ് സ്റ്റിച്ച് ഇട്ടിട്ടല്ല തുടങ്ങുന്നത്. ഇത് ഫസ്റ്റിൽ 1 എന്ന നമ്പറിലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 2 വിടത്തിലാവുമ്പോൾ ഒന്നും കൂടി വീതി കൂടും. അപ്പം നമ്മൾ മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, നമ്മൾ കാല് കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മെഷീൻ എംബ്രോയിഡറി ചെയ്യുന്നത്. അന്നേരം അതൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എൻ്റെ മുൻ വീഡിയോ കണ്ടാൽ അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റ് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വന്നവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും.
അപ്പോൾ 0യിലാണ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1ലാണ്. 1ലെ വിഡ്ത്ത് മതി നമ്മളെ ഈ സ്റ്റെമ്മിന്. ലീഫിൽ നമ്മൾ കൊടുക്കുമ്പോൾ 3, 2, 1, 0 ആ രീതിയിലാണ് നമ്മൾ ലീഫിൽ കൊടുക്കുന്നത്. ഇനി 3 വേണ്ട, അതിലും കുറക്കണം, 2, 1, 0 അങ്ങനെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 3ൽ തന്നെ ആയിട്ട് അധികം വിടുത്തൊന്നുമില്ല. അപ്പം നമുക്ക് ഏകദേശം അത് മതിയാവും. പിന്നെ 4ലൊക്കെ എത്തുമ്പോൾ ഒന്നും കൂടി വിടുത്ത് കൂടും. അപ്പോൾ ഭംഗി നഷ്ടപ്പെടും. സ്റ്റെമ്മിന് നമ്മൾ ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് പോയിട്ട് അങ്ങനെയും ചെയ്യാം. അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റെമ്മിലെ സ്റ്റിച്ചിങ് അടുത്ത് വരില്ല. അപ്പോൾ റിട്ടേൺ വന്നിട്ട് ഫില്ല് ചെയ്ത് പോവുകയും ചെയ്യുക. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴെ വരെ തയ്ച്ചിട്ട് പിന്നെ ഒന്നും കൂടി മുകളിലൂടെ തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് അനുയോജ്യമായിട്ട് നമുക്കെന്തും ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഷീൻ എംബ്രോയ്ഡറി നമ്മൾ കാലുകൊണ്ട് പ്രാക്ടീസ് ചെയ്ത് മെഷീനിൽ അഡ്ജസ്റ്റ് ചെയ്യാതെ പഠിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ടുവരിക. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് നമുക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ മെഷീൻ എംബ്രോയ്ഡറി പഠിക്കാം. അതിന് നമ്മൾ എക്സ്ട്രാ പുറത്ത് പോയിട്ട് പൈസ കൊടുത്ത് പഠിക്കുകയോ അതിനൊന്നും ആവശ്യമില്ല. ഞാനും ഇതുപോലെ മെഷീൻ എംബ്രോയ്ഡറി പഠിച്ചെടുത്തതാണ്. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് തന്നെയാണ്. നിങ്ങൾക്കും അതുപോലെ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയും നമുക്കും എല്ലാവർക്കും ഒരുപാട് പഠിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ലൊരു ഡിസൈനർ ആവാം. ഇതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനവും ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ചെയ്തെടുത്തിട്ടുള്ള ഈ ഡിസൈൻ തന്നെ നമ്മൾ ബുട്ടീക്കിലൊക്കെ പോയിട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും, നല്ല റേറ്റ് ആവും. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിൾ വർക്ക് വെച്ചിട്ടാണ് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പഠിച്ചു വന്നാലേ നമുക്ക് വലിയ വലിയ വീഡിയോകൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള ഈ ലീഫിൻ്റെയും സ്റ്റെമ്മിൻ്റെ സ്റ്റിച്ച് നിങ്ങൾ വോയിസ് ഇല്ലാതെ കേട്ടിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു റഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അടുത്ത ഫ്ലവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാം. അടുത്ത നമുക്ക് ഫ്ലവറിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം വൈറ്റ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പല കളറിലുള്ള ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കളർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരമാവധി എവിടെയൊക്കെ ഫില്ല് ചെയ്യണം എന്ന് നോക്കിയിട്ട് എല്ലായിടെയും ഫില്ല് ചെയ്തതിന് ശേഷം അടുത്ത കളർ നൂലെടുത്താൽ മതി. എന്നാലും ഇത് അറ്റം മുതൽ ഈ അറ്റം വരെ നൂലിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ ലേശം റിസ്ക് ഉണ്ടാവും. എന്നാലും അത് ചെയ്ത് കഴിയുമ്പോഴുള്ള ആ ഒരു ഭംഗി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പം നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഇതളുകൾ എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഓരോ ഇതളിനും വരച്ചത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ പല ഡിസൈനും പല രീതിയിലായിരിക്കും. അപ്പോൾ ഒരു ഇതളിൻ്റെ അറ്റത്തുനിന്ന് നമ്മൾ തുടങ്ങാം. അപ്പോൾ വീതി കൂടി കുറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീതി കൂടിയിട്ടാണ് ലാസ്റ്റിലുള്ളത്. അവിടുന്ന് മുകളിലോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞ് കുറഞ്ഞ് വരും. ചില ഇതൾ 2ൽ നിന്ന് തുടങ്ങി 2, 1, 0 അങ്ങനെ ചെയ്യാം. ചില ഫ്ലവേഴ്സിൻ്റെ ഇതൾ ലേശം വീതി കൂടുതലേക്ക്, അപ്പോൾ 3ന്ന് തുടങ്ങേണ്ടി വരും. അപ്പം നമ്മൾ അതൊന്നും ചിന്തിക്കൂല 3, 2, 1 ആണോന്ന്. നമ്മുടെ
കാലിലാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നേ പ്രാക്ടീസ് ചെയ്ത് എത്രത്തോളം നമ്മൾ ആ പെഡൽ പ്രസ് ചെയ്യണം, പ്രസ് ചെയ്താലാണ് 3 വരിക, അല്ലെങ്കിൽ 4 വരിക, 5 വരിക എന്നൊക്കെ ഉള്ളത് നമ്മൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കരുത്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കരുത്. അപ്പം നമ്മൾ ആ ഒരു വെറും പ്രാക്ടീസ് മാത്രമേ ഇതിന് മെയിനായിട്ടുള്ളൂ. പ്രാക്ടീസ് ചെയ്യുക. അപ്പം നമുക്കത് റെഡിയായി വരും. അങ്ങനെ നമ്മൾ വൈറ്റ് ഫ്ലവർ കുറേ ഡോട്ട്സും കൊടുത്തിട്ടുണ്ട്, ഇതളുകളും ഫില്ല് ചെയ്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ ഓറഞ്ച് കളർ എടുത്തിട്ടുള്ളത് ഈ വൈറ്റ് ഡോട്ട് ഇട്ടതിൻ്റെ സൈഡിൽ ഓറഞ്ച് കൊടുത്ത് അങ്ങനെ നമ്മൾ അടുത്തടുത്തല്ലാതെ ഓരോ അകലത്തിൽ നമ്മൾ പല കളറും ഫില്ല് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഞാൻ ഈ ഡ്രസ്സ് കട്ട് ചെയ്തതിന് ശേഷമാണ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ വരച്ച് വെച്ചിട്ട് ഡിസൈൻ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി. അപ്പം ഞാൻ ഈ എൻഡിലായതുകൊണ്ട് നല്ല വിടുത്തുണ്ടല്ലോ, അങ്ങനെ വരച്ചിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ വരച്ചിട്ട് മാത്രം സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും വിടുത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതിലെ ബാലൻസ് ത്രെഡുകളൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. ഇതേ ഡിസൈന് നമുക്ക് ഡ്രസ്സിൻ്റെ യോക്ക് ഭാഗത്തൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ സ്ലീവിൻ്റെ എൻഡിലൊക്കെ കൊടുത്തിട്ട് ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഈ ടോപ്പിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ നെറ്റിൽ ഫ്രില്ല് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടുനോക്കിയാലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതുതായി കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തത് നല്ലൊരു എംബ്രോയ്ഡറി വർക്കുമായിട്ട്, നല്ലൊരു ഡിസൈൻ വർക്കുമായിട്ടും വീണ്ടും വരാം.